നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത്. കാര്യം ഈ വിഷയം ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. കാര്യം ചിലതിനൊക്കെ നമ്മളെ വീണ്ടും നമ്മളാ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. ചിലത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാലും ചിലത് വീണ്ടും വീണ്ടും നമ്മളെ തേടി വരും, വീണ്ടും നമ്മളെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി. എന്നതുപോലെയാണ് ഞാൻ ഈ വിഷയം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കൊരാളോട് ദേഷ്യമോ വെറുപ്പോ അല്ലെങ്കിൽ അടങ്ങാനാവാത്ത പക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു തീർക്കുക. ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ആ തോന്നുന്ന ഏത് വ്യക്തിയാണ് ആ വ്യക്തിയുടെ അടുത്ത് തന്നെ അത് തീർക്കാൻ ശ്രമിക്കുക. അതാണ് ആണത്വം. അല്ലാതെ ഒളിഞ്ഞും പറഞ്ഞിരുന്ന് എവിടെയെങ്കിലും ചെന്നിരുന്ന് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ പറയണ വള്ളിയും പുള്ളിയൊക്കെ കേട്ട് വെച്ചും കൊണ്ട് എരിയും കയറി പലതുമൊക്കെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നതെന്നും റിയാക്ട് ചെയ്യണമെന്നും ഈ പറയണവർക്കൊന്നും അറിയില്ല. അപ്പോൾ വാങ്ങാൻ പറഞ്ഞു തരണവരും സപ്പോർട്ട് ചെയ്യണവരാരും കാണില്ല. ഈ പറയണമെന്ന് തന്നെ വാങ്ങാൻ കാണും, നല്ലതുപോലെ വാങ്ങും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഫേക്ക് അക്കൗണ്ടും തുടങ്ങി വച്ചിട്ട് അതിനകത്ത് വന്നിരുന്നതും കൊണ്ട് മറ്റേ തന്തയ്ക്ക് ഉറക്കാത്ത വേലത്തനങ്ങളൊന്നും എഴുതി വിടരുത്. അവനെന്നൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും ഒന്നല്ല ഒരു 50 തന്തയ്ക്ക് ഉണ്ടായവനാണത്. അതാണ് നട്ടലുറപ്പില്ലാത്തവനെന്ന് പറയുന്നത്. കാര്യം അങ്ങനെയുള്ളവന്മാർ ഈ ചെറ്റത്തര വേലത്തിന് കൂട്ടു നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കാണത് വീണ്ടും വീണ്ടും അത് എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ചിലയിടത്തിരുന്നും കൊണ്ട് ചിലർ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഒതുങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ അവരെയൊക്കെ ഞാനൊരാളെ പേജിൽ ചെന്ന് നിന്നും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയാനുണ്ടെങ്കിൽ മോതാവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ശീലമാണ്. അല്ലെങ്കിൽ എനിക്കിപ്പം മറ്റൊരാളെ മുഖാന്തരം അല്ലെങ്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്കങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങനെ ശ്രമിക്കാറുമില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒതുങ്ങിപ്പോകുന്നവനെ തിരിച്ച് വലിച്ചഴച്ച് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത് ഈ വലിച്ച് കൊണ്ടുവരണവർക്ക് അത് നല്ലതിന് വേണ്ടി അല്ല. അത് നമ്മൾ രണ്ടറ്റം അങ്ങറ്റം ഇങ്ങറ്റവും പോയി നിൽക്കുന്ന നമ്മൾ ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ടിലൂടെ മറ്റേ അങ്ങ് എഴുതി വിട്ട് ഞാനങ്ങ് ജയിച്ചു എന്ന് വിചാരിച്ചും കൊണ്ടിരിക്കണവന്മാർക്കൊക്കെ ഇതൊരു താക്കീതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.